എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 85 ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയത്. ഇന്ന് നമുക്ക് 87 കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഒരു 3 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയേ. 1 added to the product of 2 consecutive even numbers gave 289. What are the numbers? അതായത് തൊട്ടടുത്തുള്ള ഇരട്ട സംഖ്യകളുടെ പ്രൊഡക്റ്റിനോട്, അതായത് ഗുണനഫലത്തിനോട് 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 289 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? അല്ലെ, ഇതാണ് ചോദ്യം. അപ്പൊ എപ്പോഴും ചോദ്യം കിട്ടി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം, നല്ലവണ്ണം വായിച്ചു നോക്കാം. അതിനുശേഷം മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ എന്താണ്? തൊട്ടടുത്ത 2 ഇരട്ട സംഖ്യകൾ അല്ലെ. അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ, ഇപ്പോ 6, 8, 10 അല്ലെ, ഇതൊക്കെ ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ. 12 അല്ലെങ്കിൽ ഇതിൽ ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. നമുക്ക് തൊട്ടടുത്തുള്ള 2 ഇരട്ട സംഖ്യ അത്രേ പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഗുണനഫലത്തോട് അല്ലെ, അതിന്റെ പ്രൊഡക്റ്റിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് 289 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 2 ഇരട്ട സംഖ്യകൾ അല്ലെ, തൊട്ടടുത്ത് ഇപ്പൊ 8ഉം 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇപ്പൊ നമ്മൾ 8, 10, 12, 14 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ ഒരു സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സംഖ്യ ഏതായിരിക്കും? നമുക്കറിയാം, തൊട്ടടുത്ത് ഇരട്ട സംഖ്യ കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ 2 കൂട്ടണം അല്ലെ. അപ്പൊ 8ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10, 10ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 12, വീണ്ടും 2 കൂട്ടിയപ്പോൾ 14 അല്ലെ. അതായത് തൊട്ടടുത്തുള്ള ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ കൂടെ അതിന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഈവൺ നമ്പർ കിട്ടും അല്ലെ. അതിന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ ഈവൺ നമ്പർ കിട്ടും അല്ലെ. ഓഡ് നമ്പർ ആയാലും അതേപോലെ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് ഇത് എക്സ് ആണെങ്കിൽ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? എക്സ് പ്ലസ് 2 എന്ന് പറയാം അല്ലെ. എക്സിന്റെ കൂടെ 2 കൂട്ടണം, അതായത് 8ന്റെ കൂടെ 2 കൂട്ടണം. ശരിയല്ലോ. അപ്പൊ നമ്മൾ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്ത ഈവൺ നമ്പർ എക്സ് പ്ലസ് 2. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ഫസ്റ്റ് ഈവൺ നമ്പർ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഈവൺ നമ്പർ അത് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈവൺ നമ്പർ ഏതായിരിക്കും? നെക്സ്റ്റ് അടുത്ത ഈവൺ നമ്പർ എക്സിന്റെ കൂടെ 2 കൂട്ടണം അല്ലെ. അത് ക്ലിയർ ആയില്ലേ? എക്സ് പ്ലസ് 2. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസെക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഇതിന്റെ പ്രൊഡക്റ്റ് അല്ലെ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. അതിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ, ശ്രദ്ധിക്കുക, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ, ഇപ്പൊ 2ഉം 4ഉം ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? 2 × 4 എന്ന് പറയും അല്ലെ. 2 × 4 എന്ന് പറയും. അതേപോലെ ഒരു സംഖ്യ എക്സ്, ഒരു സംഖ്യ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഒരു സംഖ്യ, ഇത് അടുത്ത സംഖ്യ, അപ്പൊ തമ്മിൽ ഗുണിക്കുന്നു. ഓക്കെ, പിന്നെന്ത് ചെയ്തു? അതിന്റെ കൂടെ 1 കൂട്ടുന്നു. ഇക്വേഷൻ നല്ലവണ്ണം വായിച്ചു നോക്കിയിട്ട് മാത്രം നമ്മൾ ഇക്വേഷൻ എഴുതാം. അപ്പൊ 2 എണ്ണം കൂടി ഗുണിച്ചു, അതിന്റെ കൂടെ 1 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 289 കിട്ടി. കണ്ട? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ വന്നു. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു 289. നമുക്കറിയാം ഇവിടെ നോക്കിയ എക്സ് പുറത്താണ് അല്ലെ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്, ഇതുകൊണ്ട് ഓരോന്നിനെയും നമ്മൾ ഗുണിക്കണം, ബ്രാക്കറ്റിനുള്ളിലുള്ള അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ, ഇവിടെ ചിഹ്നം എന്താണ്? പ്ലസ് അല്ലെ. പ്ലസ് എക്സ് ഇൻറ്റു 2 2x. അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഏതാണുള്ളത്? പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, 1 ഈക്വൽ ടു 289. ഇപ്പൊ നമുക്കൊരു മനോഹരമായ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ ഇക്വേഷൻ നമ്മൾ ആരെങ്കിലും ഒരു മുഖച്ഛായ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ള ആരെങ്കിലും ഒരു മുഖച്ഛായ തോന്നുന്നുണ്ടോ നോക്കിയേ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ എനിക്ക് ഒരാളെ മുഖച്ഛായ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആളെ പേര് ഞാനിവിടെ പറയാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. ഇങ്ങനെ ഒരാളെ ഓർമ്മയിൽ വരുന്നുണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. അതിന്റെ രൂപത്തിലാണ് ഇത് കിടക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സ്ക്വയർ, അത് വർഗം, ഇവിടെ വർഗം അല്ലെ, ഇവിടെ വർഗം, ഇവിടെയും വർഗം അല്ലെ. ഇവിടെ നോക്കിയ y സ്ക്വയർ, ഇവിടെയും വർഗം, സ്ക്വയർ. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലേ. അപ്പൊ ഇവിടെയും വർഗം തന്നെയാണ്. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ ഇതൊരു വർഗം തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ രണ്ടറ്റത്തും വർഗങ്ങൾ. ഇനി നടുവിൽ നോക്കിയ 2 × x × y അല്ലെ, ഇൻറ്റു അല്ലെ, 2 × x എന്ന് പറഞ്ഞ അവിടെ കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇതും ഒരേ രൂപത്തിലാണ് കിടക്കുന്നത്.
അപ്പൊ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ എന്ന് പറയും എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെയും അതേ രൂപത്തിൽ എഴുതിക്കൂടെ? ഇവിടെ എങ്ങനെയാണ് നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കിട്ടിയത്? ഇവിടെ ഇതിന്റെ റൂട്ട് അല്ലെ എക്സ് സ്ക്വയർ ആദ്യത്തെ നമ്മൾ എടുത്തു, അതിന്റെ റൂട്ട് എക്സ്. പിന്നെ നമ്മൾ അവസാനത്തെ എടുത്തു വൈ സ്ക്വയർ, അതിന്റെ റൂട്ട് വൈ. ഈ ചിഹ്നം പ്ലസ്, ആ പ്ലസ് നമ്മൾ ഇട്ട് കൊടുത്തു, പിന്നെ ഹോൾ സ്ക്വയർ. അപ്പൊ അതേ രൂപത്തിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. നോക്കിയേ, ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലെ, ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് എന്ത് വരും? എക്സ് അല്ലെ, ഇതിന്റെ റൂട്ട് എക്സ്, ചിഹ്നം അല്ലെ പ്ലസ് 2x. ഇവിടെ നടുവിലുള്ളതിന്റെ ചിഹ്നം നോക്കാം, പ്ലസ് അല്ലേ, അപ്പൊ ആ പ്ലസ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ അല്ലെ ഇതിന്റെ റൂട്ട് എന്താണ്? ഒന്നിന്റെ റൂട്ട് 1 തന്നെ, അപ്പൊ 1 ഇട്ട് കൊടുത്തു. ഇനി എന്ത് വേണം? ഒരു ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇവിടെ എടുക്കുന്ന സ്ക്വയർ കണ്ട, ഈ സ്ക്വയർ എപ്പോഴും ഇവിടെ ഉള്ള ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പൊ ഇവിടെ 2 അല്ലേ എടുക്കുന്നത്, 2ന്റെ പകുതി എത്രയാണ്? 1 അല്ലെ, 1 ആണ്. 1ന്റെ സ്ക്വയർ അല്ലേ 1. ഓക്കെ, അപ്പൊ ഇത് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും. ഈക്വൽ ടു എന്ത് വരും? 289. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് 289. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ത് വരും? ഈക്വൽ ടു ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടായി അല്ലെ. അപ്പൊ ഇതിന്റെ റൂട്ട് നമ്മൾ കണ്ടുവരും. റൂട്ട് ഇവിടെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ റൂട്ട് ഇടണം. 289. റൂട്ട് 289 എത്രയാണ്? ഇവിടെ റൂട്ട് 289 അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പമുള്ളത് നോക്കിയാൽ 10. ഇവിടെ ശ്രദ്ധിക്കുക, 10ന്റെ സ്ക്വയർ എത്രയാണ്? 10ന്റെ സ്ക്വയർ 100 അല്ലെ. ഇനി 20, അപ്പൊ 10, 20, 30 അങ്ങനെ ഇട്ടു പോവാ. അപ്പൊ 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 അല്ലെ. അല്ലെ, അപ്പൊ നോക്കിയാൽ നമുക്ക് 289 ഇതിന്റെ 2ന്റെ ഇടയിലല്ലേ വരുന്നത് സംഖ്യ. 289ന്റെ 2ന്റെ ഇടയിലായിരിക്കും അല്ലെ. അതായത് 10നും 20നും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഇതിന്റെ റൂട്ട്. അപ്പൊ ഏതായിരിക്കും സംഖ്യ? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ അവസാനത്തെ നമ്പർ നോക്കാം, നമ്മൾ അവസാനത്തെ അക്കം നോക്കാം, 9 അല്ലെ. അപ്പൊ 9 എന്ന് പറയുമ്പോൾ ഏത് ഒരേപോലത്തെ 2 സംഖ്യകൾ ഗുണിച്ചാലോ നമുക്ക് 9 വരാം. ഒരേപോലത്തെ സംഖ്യ, അതായത് 3 × 3 അല്ലെ. അപ്പൊ നമുക്ക് 9 ലാസ്റ്റ് 9 കിട്ടും. പിന്നെയോ 7 × 7 അല്ലെ, എത്രയാണ്? 49. അവിടെയും നമുക്ക് 9 വന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടിനും മാത്രമേ നമുക്ക് 9 അവസാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഒന്നുകിൽ 10നും 20നും ഇടയിലാണ്. അപ്പൊ ഒന്നുകിൽ 13 or 17, 13 or 17 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ സംഖ്യ, നമ്മുടെ സംഖ്യ 289 ആണ് അല്ലെ. ഈ 289 ഏതിന്റെ അടുത്തുള്ള സംഖ്യയാണെന്ന് നോക്കിയാൽ 100നോടാണോ അടുപ്പം കൂടുതൽ, അതോ 400നാണോ അടുപ്പം കൂടുതൽ? അതായത് ഇതിന്റെ നടുവിലുള്ള സംഖ്യ എത്രയാണ്? 250 അല്ലെ. 250 ആണ് നടുവിലുള്ള സംഖ്യ. പക്ഷെ ഇത് നോക്കിയാൽ 289 ആണ്. അതായത് കൂടുതൽ 400ന്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് വലിയ സംഖ്യയോടുള്ള കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വലുതായിരിക്കും. അതിന്റെ 17 × 17 ഒന്ന് ഗുണിച്ച് നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും, നിങ്ങൾ കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ എക്സ് പ്ലസ് 1 ഈക്വൽ എന്ത് കിട്ടി? റൂട്ട് 287, അതായത് 17 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 17. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലെ. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ഈക്വൽ ടു 16. അപ്പൊ എക്സ് നമുക്ക് കിട്ടി 16. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ അല്ലെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ത് വരും? +2 അല്ലെ. 2 കൂട്ടണം, എക്സിന്റെ കൂടെ 2 കൂട്ടണം. 16 + 2 18. അപ്പൊ നമ്മുടെ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 16ഉം 18ഉം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 9 added to the product of 2 consecutive multiples of 6 gave 729. അപ്പൊ ചോദ്യം എപ്പോഴും നല്ല വണ്ണം വായിച്ചു നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 9 ആഡ് ചെയ്തു, 9 കൂട്ടി. എന്തിന്റെ കൂടെ? തൊട്ടടുത്തുള്ള 6ന്റെ 2 ഗുണിതങ്ങള് അവയുടെ പ്രൊഡക്റ്റിനോട് കൂടിയിട്ട് എന്ത് ആഡ് ചെയ്തു? 9 ആഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോ എത്ര കിട്ടി? 729 കിട്ടി. ഒന്ന് നോക്കിയേ, 6ന്റെ മൾട്ടിപ്പിൾസിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം 6ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയേ. 6ന്റെ മൾട്ടിപ്പിൾസ് ഇപ്പൊ 6, 12 അല്ലെ, 18 അല്ലെ, ഇങ്ങനെ പോകുന്നു 6ന്റെ മൾട്ടിപ്പിൾസ്. ഇതിലാർക്കും സംശയമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത് ഇപ്പൊ വേണമെങ്കിൽ ഇത് എടുത്തെന്ന് വിചാരിക്കാം. ഇതാണ് ഇപ്പൊ 6ഉം 12ഉം 6ഉം 18 എടുത്തു, അല്ലെങ്കിൽ 6ഉം 12 എടുത്തു, അല്ലെങ്കിൽ 18 24 എടുത്തു. ഓക്കെ, തൊട്ടടുത്തുള്ള 2 മൾട്ടിപ്പിൾസ്, അതിന്റെ പ്രൊഡക്റ്റ് അവ തമ്മിൽ ഗുണിക്കുന്നു അല്ലെ. അതിന്റെ കൂടെ 9 കൂട്ടി. ഇത്രയുള്ള വിഷയം.
അപ്പൊ നമുക്ക് 12 നേരത്തെ ചെയ്ത പോലെ 12 നമ്മൾ എക്സ് കൊടുത്തു വിചാരിക്കുക. 12 ഇവിടെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? ഇതിൽ നിന്ന് ഈ സംഖ്യ കിട്ടാൻ എത്ര വേണം? എക്സിന്റെ കൂടെ 12ന്റെ കൂടെ 6 കൂട്ടണം. അതായത് എക്സിന്റെ കൂടെ നമ്മൾ 6 കൂട്ടണം. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? എക്സ് പ്ലസ് 6. ഇനി 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുകയാണെങ്കിലോ, ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 5 അല്ലേ? അപ്പൊ 5 കൂടി പോകും. അപ്പൊ നമുക്ക് 2 സംഖ്യകൾ കിട്ടിയാലോ? കിട്ടി. ഇനി ഇവര് പറഞ്ഞ അതേ കാര്യം നമ്മൾ ചെയ്തു നോക്കിയേ. ലെറ്റ് എക്സ് എക്സ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 6. മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാണ്ടാവും അല്ലെ? അതായത് 6ന്റെ ഒരു ഗുണിതമാണ് എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്താ വരും? നെക്സ്റ്റ് അടുത്ത മൾട്ടിപ്പിൾ, അടുത്ത ഗുണിതം എന്തായി വരും? എക്സ് പ്ലസ് 6 അല്ലെ? അപ്പൊ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 6 വരും. ഇനി എന്താണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ പ്രൊഡക്റ്റിനോട് കൂടിയിട്ട് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ 2 സംഖ്യ എക്സും എക്സ് പ്ലസ് 6ഉം. ഇതാണ് നമുക്ക് കിട്ടിയ 2 സംഖ്യകൾ. ഇതിന്റെ പ്രൊഡക്റ്റ്, അതായത് എക്സ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. കണ്ട? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇതിന്റെ പ്രൊഡക്റ്റ്. അതിന്റെ കൂടെ എത്ര കൂട്ടി? 9 കൂട്ടി. ഇത്രയുള്ള വിഷയം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 729 കിട്ടി. കണ്ട? എന്ത് വേണം? നമ്മൾ ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. മുമ്പ് ചെയ്ത അതേപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6, 6x. ഇത് കഴിഞ്ഞു. ഇനി ബാക്കി എന്ത് വരും? പ്ലസ് 9 സീക്വൽ ടു 729. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഈ രൂപത്തിലല്ലേ കിടക്കുന്നത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഇവിടെ സ്ക്വയർ അല്ലേ? ഓക്കെ. ഇവിടെ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സ്ക്വയർ അല്ലേ? ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഞാൻ പറഞ്ഞതൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ? നോക്കിയ 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലെ? 3ന്റെ സ്ക്വയർ അല്ലേ ഇവിടെ കിടക്കുന്നത്? 9. അപ്പൊ പിന്നെ ഒരു സംശയവും വേണ്ട. നമുക്കിതിന് എങ്ങനെ എഴുതാം? ഈ രൂപത്തിൽ എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ രൂപത്തിൽ എങ്ങനെ എഴുതണം? ആദ്യം നമ്മൾ ഇതിന്റെ റൂട്ട്, ആദ്യം കിടക്കുന്നതിന്റെ റൂട്ട്, എക്സ് സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? എക്സ്. ചിഹ്നം, ഇവിടത്തെ ചിഹ്നം നോക്കാം. ഈ നടുവിൽ കിടക്കുന്നതിന്റെ ചിഹ്നം നോക്കാം, പ്ലസ്. ഇതിന്റെ റൂട്ട് എത്രയാണ്? 9ന്റെ റൂട്ട് 3 അല്ലെ? 3 × 3 9. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 3 എന്നിട്ട് അതൊരു ഹോൾ സ്ക്വയർ. ഇതേ രൂപത്തിലാക്കി. കണ്ടില്ലേ? സീക്വൽ ടു 729. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആണ് 729. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 എത്രയായിരിക്കും? എക്സ് പ്ലസ് 3 സീക്വൽ ടു, ഇവിടെ സ്ക്വയർ മാറ്റും, ഇവിടെ എന്താവും? റൂട്ട് വരും അല്ലെ? റൂട്ട് 729. അപ്പൊ നമുക്ക് 729ന്റെ വാല്യൂ കിട്ടണം അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപോലെ ചെയ്തു നോക്കിയേ. 10 കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു 10, 100. 20 ആണെങ്കിലോ 400 അല്ലെ? അപ്പൊ 400 അല്ല 700 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അടുത്തെടുക്കാം, 30 എടുക്കാം. 30 എത്രയാണ്? 900 അല്ലെ? അപ്പൊ 729 ഇതിന്റെ ഇടയിൽ വരും നോക്കിയാൽ. ഇതിന്റെ ഇടയിൽ വരും 400നും 900നും ഇടയിലാണ് 729. അതായത് നമ്മുടെ റൂട്ട് ഇപ്പൊ ഏതിന്റെ ആയിരിക്കും? 20നും 30നും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. 20നും 30നും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. അപ്പൊ ഏത് സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നാം എന്ത് ചെയ്യണം? ഏത് സംഖ്യ എന്ന് കിട്ടാൻ ഇവിടെ വരുന്ന അവസാനത്തെ സംഖ്യ ഏതാണ്? അപ്പൊ ഏത് സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടാൻ നോക്കിയാൽ. ഏത് സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചാലാ? 3 × 3 9 അല്ലെ? അപ്പൊ നമുക്ക് 3 × 3 9 കിട്ടും അല്ലെ? പിന്നെ നമുക്ക് ഇത് അടുത്തത് ഏതാണ്? 7 × 7 49. ഇവിടെ 9 വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 2 ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നുകിൽ 23 ആയിരിക്കും, അല്ലെങ്കിൽ 27 ആയിരിക്കും അല്ലെ? അപ്പൊ 23 27 ആയിരിക്കും ഉത്തരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ 729 അല്ലെ? 729 അപ്പൊ ഏതിനോട് അടുത്ത് എടുക്കുന്ന സംഖ്യയാണെന്ന് നോക്കിയാൽ 900 അടുത്താണോ 400 അടുത്താണോ 729 എടുക്കുന്നത്? വലിയ സംഖ്യയോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അല്ലെ? അപ്പൊ വലിയ സംഖ്യയോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ സംഖ്യ എടുക്കാം. 3ഉം 7 ആണുള്ളത്. അപ്പൊ നമ്മൾ 7 എടുക്കാം. ഇനി ചെറിയ സംഖ്യയോടാണ് എടുത്ത് നിൽക്കുന്നത്, എന്ത് ചെയ്യാം? ഈ ചെറിയ സംഖ്യ സെലക്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 23 അല്ല, ഇതിനോട് വലിയ സംഖ്യയോടാണ് കൂടുതൽ അടുപ്പം അല്ലെ? അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് 27. അപ്പൊ നമുക്കിവിടെ 27 കിട്ടി അല്ലെ? അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 27. ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ഈക്വൽ ടു 24. അപ്പൊ ഒരു സംഖ്യ 24, എക്സ് 24 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്ത് വരും? എക്സ് പ്ലസ് 6 അല്ലെ? അപ്പൊ നെക്സ്റ്റ് സംഖ്യ എന്ത് വരും? എക്സ് പ്ലസ് 6, അതായത്
ഈ 24ന്റെ കൂടെ 24 പ്ലസ് 6 അല്ലേ, 6 കൂട്ടണം, അപ്പൊ 30. അപ്പോൾ എഴുതാൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം 24ഉം 30ഉം. അപ്പൊ ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് 9, 11, 13 എക്സെട്ര were added and then 16 added to the sum to get 256. How many terms were added? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പാഠം പഠിച്ചിരുന്നു അല്ലേ, അതിന്റെ ആൾജിബ്ര ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നല്ലവണ്ണം പഠിക്കണം. അപ്പൊ ആ ചാപ്റ്റർ നല്ലവണ്ണം ഓർമ്മയുള്ള കുട്ടിക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലോ ഈ ചോദ്യം ആൻസർ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായി മാറും. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്, 9, 11, 13 തുടങ്ങുന്ന ഒരു സീക്വൻസ്. അതിലെ ആദ്യത്തെ കുറച്ച് ടേംസുകളുടെ സമ്മും അതിന്റെ കൂടെ ഒരു 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസുകളാണ് കൂട്ടിയത് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് നോക്കിയാൽ ഏതാണ് സീക്വൻസ്? 9, 11 അല്ലെ, 13 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ്. അപ്പൊ ഈ സീക്വൻസിലെ കുറച്ച് ടേംസുകളുടെ സമ്മിനോട് കൂടിയിട്ട് എന്ത് കൂട്ടി? 16 കൂട്ടി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? ഇതിന്റെ സമ്മുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 തരത്തിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നുകിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഞാൻ 2 ടൈപ്പ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് ഇക്വേഷൻ വെച്ച് എങ്ങനെ കാണാറ്? നമുക്ക് ഓർമ്മയുണ്ടാവും Sn അല്ലെ. Sn ഈസ് ഈക്വൽ ടു 1/2 an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് nb അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്കറിയാം ഇതിൽ എയും ബിയും അല്ലെ, ഇത് രണ്ടാണ് വരുന്നത്. നമുക്ക് എ എന്താണ്? എ ഇസ് ഈക്വൽ ടു ഡി അല്ലെ. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഡി എത്രയാണ് കോമൺ ഡിഫറൻസ്? ഡി ഇസ് ഈക്വൽ ടു 11 മൈനസ് 9 അല്ലെ, അതായത് 2. അപ്പൊ ഡി എ എന്ന് പറയുന്നത് എന്താണ്? 2. അത് നമുക്ക് കിട്ടി. ഇനി കിട്ടുന്നത് നമുക്ക് ബി ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് എന്താണ്? എഫ് മൈനസ് ഡി അല്ലെ. എഫ് മൈനസ് ഡി, എഫ് മൈനസ് വെച്ചാൽ ആദ്യത്തെ ടേം അതാണ് 9. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് 2 അല്ലെ. അപ്പൊ 2 മൈനസ് ചെയ്ത് നമുക്ക് 7 കിട്ടി. അപ്പൊ അതാണ് ബി. അപ്പൊ എ നമുക്ക് കിട്ടി, ബി നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കിയാൽ സീക്വൽ ടു ഹാഫ് ഇൻറ്റു എ എത്രയാണ്? എ 2. അപ്പൊ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു എൻ. എൻ നമുക്ക് കണ്ടുപിടിക്കണം. എൻ ഇൻറ്റു എൻ പ്ലസ് 1 അല്ലെ. എൻ പ്ലസ് 1 പ്ലസ് എൻ ഇൻറ്റു ബി. എൻ ഇൻറ്റു ബി എത്രയാണ് നമ്മൾ കിട്ടിയല്ലോ? 7. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു 2 അല്ലെ. ഹാഫ് ഇൻറ്റു 2 നമുക്ക് ഈ 2നെ ക്യാൻസൽ ചെയ്ത് കളയാം. 2 അങ്ങോട്ട് പോയിക്കോട്ടെ. ബാക്കി എന്ത് വരും? എൻ ഇൻറ്റു എൻ. ഇങ്ങോട്ട് നോക്കിയാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7n. അപ്പൊ എന്ത് കിട്ടി നോക്കിയാൽ എൻ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു 1 n പ്ലസ് 7n സീക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 7n ഒരു n കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 8n അല്ലെ. അപ്പൊ നമുക്ക് Sn അതായത് സം ഓഫ് ഈ ടേംസുകളെ എത്ര ടേംസ് വേണമെങ്കിലോട്ടെ അതിന്റെ സമ്മ് n സ്ക്വയർ പ്ലസ് 8n കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇതിന്റെ കൂടെ 16 ആഡ് ചെയ്തപ്പോൾ അല്ലെ. അപ്പൊ ഇതാണ് സമ്മ്, കുറച്ച് ടേംസുകളുടെ സമ്മ് n സ്ക്വയർ പ്ലസ് 8n ആണ്. ഇതിന്റെ കൂടെ നമ്മൾ 16 ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് n സ്ക്വയർ പ്ലസ് 8n ഇതാണ് സമ്മ്. അതിന്റെ കൂടെ 16 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 256 കിട്ടി. കണ്ടില്ലേ? അപ്പൊ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈസ് ഈക്വൽ ടു 256. ഇനി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാലോ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതും സ്ക്വയർ ആണ്, ഇതും സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഓക്കെ ആണ്. ഇനി ഈ സ്ക്വയർ ഏതാണെന്ന് നോക്കിയാൽ ഇതിന്റെ പകുതി 8ന്റെ പകുതി 4 അല്ലെ. 4ന്റെ സ്ക്വയർ ആണ് ഇവിടെ അല്ലെ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ n സ്ക്വയറിന്റെ റൂട്ട് n, ഈ ചിഹ്നം പ്ലസ്, ഇതിന്റെ റൂട്ട് 16ന്റെ റൂട്ട് 4. അപ്പൊ n പ്ലസ് 4 ഹോൾ സ്ക്വയർ കണ്ടില്ലേ? സീക്വൽ ടു 256. അപ്പൊ n പ്ലസ് 4 ഹോൾ സ്ക്വയർ 256 ആണെങ്കിൽ n പ്ലസ് 4 എത്രയായിരിക്കും? ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോ റൂട്ട് വരും അല്ലെ. അപ്പൊ റൂട്ട് 256. അപ്പൊ 256 റൂട്ട് 256 16 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 16. ഇത് അതറിയാത്തവരെന്ത് ചെയ്യാ? 10 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 100 20 400 അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ വരണ്ടേ 256.
ഓക്കെ, അപ്പൊ 10നും 20നും ഇടയിലായിരിക്കും. ഇനി നോക്കിയേ, ഇവിടെ 256 വരുന്നത് അല്ലേ. 6 എപ്പോഴാണ് വരിക? 4 × 4 16 അല്ലേ. അപ്പൊ 4 × 4 16 വരും. അപ്പൊ 6 വരും. അതല്ലെങ്കിലോ 6 × 6 36 അല്ലെ. അപ്പോഴും നമുക്ക് 6 കിട്ടും. അപ്പൊ 16 വിട്ട് 36, അവിടെ രണ്ടിനും നമുക്ക് 6 വരുന്നത് അല്ലെ. അപ്പൊ ഒന്നുകിൽ ഏതായിരിക്കും സംഖ്യ? ഒന്നുകിൽ 14 ആയിരിക്കും, അതല്ലെങ്കിൽ 16 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കിയേ, ഇവിടെ നമ്മുടെ സംഖ്യ 256 ആണ് അല്ലെ. 256 ആണ്. ഏതിന്റെ അടുത്ത് നിൽക്കണമെന്ന് നോക്കിയേ, 100നും 400നും ഇടയിലുള്ള സംഖ്യ എത്രയാണ്? കറക്റ്റ് സെന്ററിലുള്ള സംഖ്യ എത്രയാണ്? 250 അല്ലെ. ഇത് 250ന്റെ മേലാണ്, അതായത് 400നോട് അടുത്ത സംഖ്യയാണ് 256. അങ്ങനെയാണെങ്കിൽ വലുത് അല്ലെ, ഇതിൽ വലിയ സംഖ്യ നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് 16 സെലക്ട് ചെയ്യാം. അതല്ല ഇതിനോട് അടുപ്പാണെങ്കിലോ, അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ 14 സെലക്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഗുണിച്ച് നോക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 16 കിട്ടും. അപ്പൊ n+4 16 ആണെങ്കിൽ n എത്രയായിരിക്കും? 16 - 4 അല്ലെ, = 12. അപ്പൊ എത്ര ടേമുകൾ കൂട്ടിയിട്ടുണ്ടായിരിക്കും? 12 ടേമുകൾ. ഇനി പലരും ഈ ഇക്വേഷൻ അല്ലാതെ നമുക്കറിയാം n/2 × x1 + xn അല്ലെ, ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അവരെങ്ങനെ ചെയ്യാറ്? അപ്പൊ ഏത് രൂപത്തിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്താൽ ഒരു മാർക്കും കുറയില്ല. അപ്പൊ n/2 × x1 + xn ഈ രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് x1 അറിയണം, xn അറിയണം അല്ലെ. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9. അപ്പൊ ഇവിടെ x1 9. ഇനി xn കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ xn എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാറ്? xn = dn + f - d അല്ലെ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ xn കണ്ടുപിടിക്കണം. അപ്പൊ d കോമൺ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം കോമൺ ഡിഫറൻസ് 2 അല്ലെ. അപ്പൊ 2n + f - d അല്ലെ. ഫസ്റ്റ് ടേമിൽ നിന്ന് d കുറയ്ക്കാം. ഫസ്റ്റ് ടേം 9, അതിൽ നിന്ന് d കുറയ്ക്കാം. d എന്ന് പറഞ്ഞാൽ 2, 9ൽ നിന്ന് 2 കുറച്ചാൽ 7 അല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് x1 കിട്ടി, xn കിട്ടി അല്ലെ. ഇതിൽ അങ്ങോട്ട് കൊടുത്തു = n/2 × x1 9 + xn 2n + 7. n/2 × 2n + 9 7 എത്രയാണ്? 16. അപ്പൊ n/2 × 2n + 16. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 2നെ പുറത്തെടുക്കണം. = n/2 നോക്കിയേ, ഇതിൽ നിന്ന് ഒരു 2 കോമൺ ആണ് അല്ലെ. 2നെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇതിൽ നിന്ന് 2 പോന്നു കഴിഞ്ഞാൽ ഒരു n വരും, പ്ലസ് ഇതിൽ നിന്ന് 2 പോന്നു കഴിഞ്ഞാൽ ബാക്കി 8 അല്ലെ. 8 × 2 ആണ് 16. അപ്പൊ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു? ബാക്കി n × n, n² പ്ലസ് n × 8, 8n. ഇപ്പൊ നമുക്ക് നോക്കിയാൽ n² + 8n അല്ലെ. ഇതേ രൂപത്തിൽ നമ്മൾ എത്തി. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഇതേപോലെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.